കൊരട്ടിയിൽ പരിപൂർണ മേൽപ്പാലം അനുവദിക്കുക, മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെ ഇരുഭാഗത്തും സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊരട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. ദേശീയപാത നിർമ്മാണത്തിൽ NH അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കൊരട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് KR സുമേഷ്, സജീവ് പള്ളത്ത്, ഫാദർ ജോൺസൺ കക്കാട്ട്, വർഗീസ് പൈപ്പിള്ളി, വർഗീസ് തച്ച്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിയിൽ പരിപൂർണ മേൽപ്പാലം അനുവദിക്കുക, മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെ ഇരുഭാഗത്തും സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക, ചിറങ്ങരയിൽ അടിപ്പാതയുടെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം നടത്തിയത്. ിക്കാരുടെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കാരുമായി അവരുടെ ലൈൻ മാറ്റിക്കൊടുക്കണം. അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുമാണ്. ഞാനിത് പറഞ്ഞു, അത് എൻ്റെ കാലതാമസം ഒഴിവാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റാണ് അക്കാര്യത്തിൽ കൂടുതൽ നടപടി ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിനോടും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടിട്ട് അവരുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് പറഞ്ഞത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതുകൂടി ഉൾപ്പെടുത്തി സർവീസ് റോഡിൻ്റെ പണി പുനരാരംഭിക്കാനുള്ള മറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സർവീസ് റോഡിൻ്റെ പണി ഞാൻ നേരത്തെ ചെയ്തു. രണ്ട് കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കാൻ ഉള്ളത്. 2 എൻക്രോച്ച്മെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ആരുടേതാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാനിത് പറയാനൊക്കെ ആധികാരികമായ അഭിനന്ദിക്കുന്നത്. 2 എൻക്രോച്ച്മെൻറ്റ് ഈ നാഷണൽ ഹൈവേ ആയിട്ട് ഇവിടുത്തെ 2 വ്യാപാര സ്ഥാപനങ്ങളുടെ എൻക്രോച്ച്മെൻ്റ് ഉണ്ടെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിരിക്കുന്ന രേഖകൾ പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത്. പക്ഷെ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ഞാനതിൻ്റെ അകത്ത് എൻക്രോച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ അത് ആരുടെയാണ് എന്താണ് എന്നതിനെ കിട്ടുക. അതുപോലെ തടസ്സമായി നിൽക്കുന്നുണ്ട്. ആ എൻക്രോച്ച് കൂടി മാറ്റിയാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ സർവീസ് റോഡിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിവരം തന്നെ ഞാൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടു. മറ്റന്നാൾ പാർലമെൻറ്റ് തുടങ്ങുന്നുണ്ട്. ഞാൻ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ബഹുമാനപ്പെട്ട ഗാഡ്ഗിരി മിനിസ്റ്ററെ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. ആ അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹത്തെ കാണുമ്പോൾ ഈ പറഞ്ഞ നിർദ്ദേശം കൂടി വെച്ച് എത്രയും വേഗം നിങ്ങളുടെ ആവശ്യമുള്ള സർവീസോട് ഏറ്റവും വേഗം ചേർക്കുക. 2 കടകളുടെ മുന്നിൽ അനാവശ്യമായി കുത്തിപ്പൊളിച്ചിരിക്കുന്ന അവസ്ഥ കഴിക്കുക. പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ഗ്രേഡ് മാറ്റി അതൊരു പൂർണ്ണമായ ഒരു മേൽപ്പാലമാക്കി മാറ്റുക. ആ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊന്നും സംസാരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റന്നാൾ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണുന്നുണ്ട്. ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ ആവശ്യം കൂടി ഞാൻ ഉന്നയിക്കുന്നതാണ്. അതിനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കിട്ടിയാൽ അപ്പോൾ തന്നെ നിങ്ങളെ വിളിച്ച് അറിയിക്കാം. അസോസിയേഷൻ്റെ ആവശ്യങ്ങൾ ന്യായമാണെന്ന കാര്യം സംശയമില്ല. വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തി ഉപജീവനമാർഗം നടത്തുന്നവരാണ് നിങ്ങൾ. അതിന് തടസ്സമില്ലാത്ത രീതിയിൽ ഇനി മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ പരിശ്രമിക്കും എന്ന് ജീവിക്കുകയാണ്. അത് വിശ്വസിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസമുള്ളത്. അത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കും. ഞാൻ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ കൃത്യമായി സംസാരിക്കാൻ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ഡിഫറൻറ്റ് ചെയ്തതായിട്ടുള്ള ഒരു സ്ഥാപനം കുട്ടികൾ 10 മണിക്ക് കാത്തിരിക്കുന്നതാണ്. ഇതൊരു ചെല്ലാതെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തോന്നുന്നത്.